ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, മൈ ഡിയർ ചിൽഡ്രൻ. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് നടത്തുന്നത് നമ്മുടെ മാപ്പ് ആൻഡ് പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അതായത് നമ്മുടെ സോഷ്യൽ സയൻസ് 2 ജോഗ്രഫിയിലെ മാപ്പും പിക്ചറും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുക. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും ഞാൻ ഈ റിവിഷൻ ക്ലാസ്സിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളിതെല്ലാം പഠിക്കുക, മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിനി 2 ദിവസം കൂടെ നമ്മുടെ പരീക്ഷയ്ക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് 2 തവണയൊക്കെ കണ്ടു പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മാർക്ക് നഷ്ടപ്പെടുത്താതെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ടീച്ചറിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള മലയാളം മീഡിയം കുട്ടികൾക്ക് 1-2 കമൻറ്റുകൾ ഞാൻ കണ്ടു. ഞങ്ങൾക്ക് മലയാളം മീഡിയംകാർക്ക് ഒന്നും തന്നെ ഇല്ലേ, അതുകൊണ്ട് നമ്മുടെ ഇത് മലയാളം മീഡിയത്തിലാണ് നമ്മൾ ഇത് തരുന്നത്. പക്ഷേ ഞാൻ 2 മലയാളവും ഇംഗ്ലീഷും ഉപയോഗിച്ച് പറയാം. പക്ഷേ മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാരും ഇത് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് താപീയ മേഖലകൾ ഏതൊക്കെയാണ്, അതായത് നമ്മുടെ സൂര്യൻ്റെ ചൂടിൻ്റെ തീവ്രതയനുസരിച്ച് നമ്മുടെ എർത്തിൻ്റെ ആ ടെമ്പറേച്ചർ സോൺസ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. താപീയ മേഖല എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സോൺസ്. ഓക്കെ, നമുക്കറിയാം ടെമ്പറേച്ചർ സോൺസ് 3 എണ്ണമാണ്. ഇവിടെ നോക്കുക, ഇവിടെ കാണിച്ചിരിക്കുന്ന റെഡ് കളറ്, യെല്ലോ കളറ്, ദെൻ ബ്ലൂ കളറ്. റെഡ് കളറിൽ തന്നിരിക്കുന്ന ഭാഗം മലയാളത്തിൽ ഉഷ്ണമേഖല എന്നാണ് എഴുതിയിരിക്കുക. 0 to 23.5 ഡിഗ്രി നോർത്ത്, 0 to 23.5 ഡിഗ്രി സൗത്ത്. അത്രയും സ്പേസാണ് നമുക്ക് ഏറ്റവും ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ള ആ ഒരു ഏരിയ. ഈ ഏരിയയെ നമ്മൾ ട്രോപ്പിക്കൽ സോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ട്രോപ്പിക്കൽ സോൺ ഉഷ്ണമേഖല. ദെൻ 23.5 ഡിഗ്രി ടു 66.5 ഡിഗ്രി, അതായത് ആർട്ടിക് സർക്കിളിനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇടയിലുള്ള ഭാഗം, അന്റാർട്ടിക് സർക്കിളിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള ഭാഗം. 23.5 ഡിഗ്രി നോർത്ത് ടു 66.5 ഡിഗ്രി നോർത്ത്. ദെൻ ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ 23.5 ഡിഗ്രി സൗത്ത് ടു 66.5 ഡിഗ്രി സൗത്ത്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മീഡിയം ടെമ്പറേച്ചറുള്ള ഏരിയയാണ്. അതിനെ നമ്മൾ മലയാളത്തിൽ ഉപോഷ്ണ മേഖല എന്ന് പറയുന്നു. ടെമ്പറേറ്റ് സോൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, ടെമ്പറേറ്റ് സോൺ. ദെൻ ഏറ്റവും തണുപ്പേറിയ സ്ഥലങ്ങളാണ് നമ്മുടെ ബ്ലൂ കളറിൽ തന്നിരിക്കുന്ന ഭാഗം. നമുക്കറിയാം അത് ഏത് 2 ലാറ്റിറ്റ്യൂഡുകൾക്കിടയിലാണ്, 66.5 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ്. അത് ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശങ്ങളാണ് ഫ്രിജിഡ് സോൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു, ഫ്രിജിഡ് സോൺ. ദെൻ ഇത് ശൈത്യമേഖല എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ശൈത്യമേഖല. ഓക്കെ, അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും ഒരുപോലെയാണ് വരിക. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം, ഇത് മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ടെമ്പറേച്ചറും ഹൈറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നറിയാം. എന്താണ് അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ്? എന്താണ്? ടെമ്പറേച്ചർ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും, അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത നിലയിലാണ്. വിപരീത നില, ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തത് ഡിക്രീസ് ചെയ്യുക. അതായത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഇവിടെ നോക്കിയേ, ഈ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് താപനിലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിക്രീസ് മനസ്സിലാക്കുക. 6 കിലോമീറ്റർ എത്തുമ്പോൾ താപനില എത്രയായിരിക്കുമെന്ന് നിങ്ങൾ കണക്കാക്കി ഇറക്കുക. ഓക്കെ, കണ്ടോ, ഇവിടെ തന്നിരിക്കുന്ന കണ്ടോ, ഈ എത്രയാണ് ഓരോ കിലോമീറ്ററും പോകുമ്പോൾ താപനിലയിൽ എന്ത് കുറവ് വരുമെന്ന് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അടുത്തത് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി, അല്ലേ?
അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതിൽ നിന്നും അത്രയും മൈനസ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്, നോക്കുക. ഓക്കെ, അപ്പോൾ ഓരോ കിലോമീറ്ററും മുന്നോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിക്രീസ് അത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നിങ്ങൾ ആദ്യം കണക്കാക്കണം. അപ്പോൾ ആ ഒരെണ്ണം ആ രണ്ടെണ്ണത്തിൽ നിന്ന് കുറച്ചാൽ മതി അല്ലേ, അത് നമ്മൾ മൈനസ് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായോ? ഓക്കെ, -8.4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഓരോ കിലോമീറ്ററിനും 6.4 സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നു. 6.4. ഓക്കെ, അടുത്തത് ഇത് മാത്തമാറ്റിക്സ് അറിഞ്ഞാൽ മതി കേട്ടോ, മാത്തമാറ്റിക്സ് അറിഞ്ഞാൽ മാത്രം മതി. അടുത്തത് ഇവിടെ തന്നിരിക്കുന്ന ഇന്ത്യയുടെ മാപ്പിലേക്ക് നിങ്ങൾ നോക്കുക. ഈ മാപ്പിലെ എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്, എ ബി. ഓക്കെ, എവിടെയായിരിക്കും അവിടെ ദൈനിക താപാന്തരം കൂടുതൽ? എന്തുകൊണ്ട്? ഇത് ഇതിന് നേരത്തെ നമ്മുടെ ചാപ്റ്റർ പഠിപ്പിച്ച സമയത്തും ഇത് പറഞ്ഞതാണ്. നമുക്കറിയാം എ എന്ന് പറയുന്ന ആ പ്ലേസിൻ്റെ പ്രത്യേകത എന്താണ്? എ എന്ന് പറയുന്നത് ഓഷനോട് വളരെ അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് എ. ഓഷനിൽ നിന്നും വളരെ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലമാണ് ബി. ഓഷനിൽ നിന്നും വളരെ അകന്നിരിക്കുന്ന സ്ഥലമാണ് ബി. അപ്പോൾ ഇവിടെ എവിടെയായിരിക്കും ദൈനിക താപാന്തരം കൂടുതൽ? ബിയില. ഓക്കെ, എന്തുകൊണ്ടാണ്? എയിൽ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. ഒരു 2 ഡിഗ്രി സെൽഷ്യസ്, ഒരു 3 ഡിഗ്രി സെൽഷ്യസിൻ്റെയൊക്കെ വ്യത്യാസമേ കാണത്തുള്ളൂ. കാരണം എന്താണ്? കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. അവിടെ എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചർ കൂടുതലോ എക്സ്ട്രീം ടെമ്പറേച്ചറിൻ്റെ കുറവോ ഒന്നും സംഭവിക്കത്തില്ല. മോറോർലെസ് അത് ഏകദേശം സെയിം ആയിരിക്കും. ഒരു 2 or 3 ഡിഗ്രി സെൽഷ്യസിൻ്റെ വ്യത്യാസമേ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം കാണത്തുള്ളൂ. എന്നാൽ ബിയിലോ അത് ഓഷനിൽ നിന്നും അകന്നു കിടക്കുന്ന പ്രദേശത്ത് മാക്സിമം ടെമ്പറേച്ചർ വളരെ കൂടുതലും മിനിമം ടെമ്പറേച്ചർ വളരെ കുറവുമായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലേ, ഇംഗ്ലീഷിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ വലുതായിരിക്കും. ഒരു 8 ഡിഗ്രി 9 ഡിഗ്രി ഒക്കെ ആയിരിക്കും. മാക്സിമം ടെമ്പറേച്ചർ വളരെ കൂടുതലും മിനിമം ടെമ്പറേച്ചർ വളരെ താഴ്ന്നുമായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്യൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാക്സിമം ടെമ്പറേച്ചറിൽ നിന്നും മിനിമം ടെമ്പറേച്ചർ മൈനസ് ചെയ്യണം. അപ്പോൾ എയിലത് ഒരു ചെറിയ സംഖ്യ ആയിരിക്കും, ബിയിലത് വലിയ സംഖ്യ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം ബി ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതാൻ പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാവുമ്പോൾ ദ പ്ലേസസ് വിച്ച് ഈസ് വെരി ക്ലോസ് ടു ദ സീ ഓർ ദ ഓഷ്യൻ there the temperature is moderate. Maximum temperature and minimum temperature are more or less same. There is no great difference between maximum temperature and minimum temperature. Okay, so the diurnal range of temperature is very small number, but in B it is a place which is far away from ocean, so their maximum temperature is more and minimum temperature is less. So the difference between maximum temperature and minimum temperature is a more or a big number, a big number. Okay, so answer is B. അടുത്തത് നമുക്ക് തന്നിരിക്കുന്ന പിക്ചറിലേക്ക് നോക്കുക. ഭൂപടം നിരീക്ഷിച്ച് മാപ്പ് നിരീക്ഷിച്ചിട്ട് യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തെ കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുന്ന സമുദ്രജല പ്രവാഹം ഏതാണെന്ന് എഴുതണം, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എഴുതണം. അവിടെ ആ യൂറോപ്പിനെ ഈ ട്രോപ്പിക്കൽ ഏരിയയിൽ നിന്ന് പോകുന്ന ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ് അല്ലേ, നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ്, അത് ഒരു ഹോട്ട് കറൻറ്റാണ്. ആ കറൻറ്റ് യൂറോപ്പിൻ്റെ തീരത്തേക്ക് ചെല്ലുമ്പോൾ യൂറോപ്പിലെ തണുപ്പിനെ അത് കുറച്ച്
ബെറ്റർ ആക്കും. അതായത് അവിടെ കുറച്ച് ചൂട് പകരും. ഓക്കെ, ആ ജലപ്രവാഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കറൻറ്റിൻ്റെ, ഓഷ്യൻ കറൻറ്റിൻ്റെ പേരാണ് നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ്. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ കറൻറ്റ് ഹോട്ട് കറൻറ്റാണ്. ഹോട്ട് കറൻറ്റ് കാരണം എന്താണ്? അത് ഇക്വേറ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇക്വേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള ഓഷ്യൻ കറൻസ് ഒക്കെ ഹോട്ട് കറൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ മാസങ്ങളോളം കൊടുംതണുപ്പിൽ അമരുന്നു. അതിന് കാരണമായ സമുദ്രജല പ്രവാഹം ഏതാണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? കാനഡ ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നോർത്ത് അമേരിക്കയുടെ അവിടെ തന്നിട്ടുണ്ട് കാനഡ. ആ പ്രവാഹത്തിൻ്റെ പേരെന്താണ്? അത് ഒരു പോളാർ ഏരിയയിൽ നിന്ന് വരുന്ന പ്രവാഹമാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കോൾഡ് കറൻ്റാണ്. എന്താണ് അതിൻ്റെ പേര്? ലാബ്രഡോർ പ്രവാഹം. ടീച്ചർ പഠിപ്പിച്ച സമയത്ത് നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ അറ്റ്ലാന്റിക്കിലെ ഈ ഒരു ഓഷ്യൻ കറൻ്റാണ് വലിയ ഹ്യൂജ് ഐസ് ബ്ലോക്കുകളെ കൊണ്ടുവരികയും നമ്മുടെ ടൈറ്റാനിക്കിനെ മുക്കിക്കളയുകയൊക്കെ ചെയ്തത്. നമ്മൾ അന്ന് കഥയൊക്കെ പറഞ്ഞതാണ് അല്ലേ. ആ എന്താണ് കോൾഡ് കറൻറ്റിൻ്റെ പേരാണ് ലാബ്രഡോർ പ്രവാഹം. ഓർത്തു വെച്ചോണം. കാനഡയുടെ തീരങ്ങളൊക്കെ കൊടും തണുപ്പിലേക്ക് പോകും. കാരണം എന്താണ്? അത് ഫ്രിജിഡ് സോണിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ 90 ഡിഗ്രിയിൽ നിന്നും താഴേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോൾഡ് കറൻ്റാണ് ലാബ്രഡോർ. ഓക്കെ, അടുത്തായിട്ട് മറ്റൊരു ചിത്രത്തിലേക്ക് നമുക്ക് വരാം. 5th ക്വസ്റ്റ്യൻ. ഈ ചിത്രം നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. അവിടെ എയും ബിയും തന്നിട്ടുണ്ട്. 2 സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ഓക്കെ, അവിടെ എന്താണ് ചോദ്യം? പർവ്വത ചെരുവിൽ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക? കാരണം എന്താണ്? എവിടെയാണ് കൂടുതലായി? നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. അവിടെ സൂര്യൻ്റെ രശ്മികൾ ഏറ്റവും കൂടുതൽ വരാൻ ഏറ്റവും സാധ്യത ബിയിലാണ്. എന്തുകൊണ്ടാണ്? അതാണ് സൂര്യനെ ഫേസ് ചെയ്യുന്ന സ്ഥലം. അവിടെ താരതമ്യേന താപനില കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ്, ആ മൗണ്ടൻ്റെ ഓപ്പോസിറ്റാണ് എ വരുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതായത് സൺറൈസ് അവിടെ അത്ര അവിടെ എത്തുന്നില്ല. അതിൻ്റെ തീവ്രത കുറയുന്നു. അതിൻ്റെ തീവ്രത കുറഞ്ഞാണ് എയിലെത്തുക. എന്നാൽ ബിയിലോ? ബി അതിന് ഈ സൺറൈസുമായിട്ട് ഫേസ് ചെയ്യുന്നത് കൊണ്ട് അവിടെയായിരിക്കും കൂടിയ താപനില. ഇത് സിമ്പിളാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു ചിത്രം അടയാളപ്പെടുത്തേണ്ടത് നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളാണ്. ആഗോള മർദ്ദ മേഖലകൾ. അതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അടയാളപ്പെടുത്തുമ്പോൾ എപ്പോഴും നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ 0 ഡിഗ്രിയിൽ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, 90 ഡിഗ്രിയിൽ നിന്ന് നിങ്ങൾ തുടങ്ങാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് തെറ്റുപറ്റും. നമ്മൾ 0 ഡിഗ്രിയിൽ നിന്നും തുടങ്ങുക. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇക്വേറ്ററിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. 0 ഡിഗ്രി ഇത് അടയാളപ്പെടുത്താനാണ്. അപ്പോൾ ഇത് എല്ലാവരും പഠിച്ചോണം. ഒരു സിമ്പിൾ ചോദ്യമാണ്. ആർക്കും ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതി നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എല്ലാം അടയാളപ്പെടുത്തണം, എല്ലാം ചെയ്യണം. ഇത് ഇത്രയും ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണില്ല. ഇത് നമ്മൾ ആൻസറായിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ചെയ്യാൻ എല്ലാവരും പഠിക്കുക. ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നിങ്ങളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതാൻ ശ്രദ്ധിച്ചോണം. നമ്മളൊരു റൗണ്ട് വരച്ചു വെച്ച് അവിടെ കുറച്ച് വരകൾ വരച്ചു വെച്ചാലൊന്നും നമുക്ക് മാർക്ക് കിട്ടുകയില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് അതിന് പേര് കൊടുക്കണം. എന്നിട്ട് കൃത്യമായിട്ട് അത് വരച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഓരോ പ്രഷർ ബെൽറ്റും കറക്റ്റ് ഡിസ്റ്റൻസിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ 0 ഡിഗ്രി അങ്ങ് വരയ്ക്കുക. 0 ഡിഗ്രി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. പിന്നെ 30 ഡിഗ്രിയിൽ നമ്മൾ എന്ത് വരയ്ക്കണം? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും വരയ്ക്കണം, സൗത്തേൺ ഹെമിസ്ഫിയറിലും വരയ്ക്കണം. കറക്റ്റ് ഡിസ്റ്റൻസിൽ വേണം വരയ്ക്കാൻ. അതുപോലെ തന്നെ അടുത്ത 60 ഡിഗ്രി സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അത് 2 ഹെമിസ്ഫിയറിലും വരയ്ക്കണം. നോർത്തിലും വരയ്ക്കണം, സൗത്തിലും വരയ്ക്കണം. സബ് പോളാർ. പിന്നെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അത് 90 ഡിഗ്രി നോർത്തിലും വേണം, 90 ഡിഗ്രി സൗത്തിലും വേണം. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഈ മലയാളത്തിലുള്ള വാക്കുകൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ മലയാളം പറയാത്തത്.
ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. മലയാളം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉപോഷ്ണ മേഖല, പിന്നെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പോൾ ഈ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അത് നോർത്ത് സൗത്ത് എല്ലാം ഇടാൻ ഓർത്തോണം. നോർത്ത് സൗത്ത് എന്ന് എല്ലാം എഴുതിക്കോണം. ഓക്കെ, അപ്പോൾ ഇത് വരയ്ക്കാൻ അങ്ങ് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോറിയോലിസ് ബലം കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്നത് എങ്ങനെ? ഹൗ ദിസ് കോറിയോലിസ് അഫക്റ്റ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. അത് കാണിക്കുന്ന ഒരു പിക്ചറായി തന്നിരിക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വിൻഡ് പ്രവേശിക്കുമ്പോൾ ഇക്വേറ്റർ കഴിഞ്ഞ് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് വിൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് നീങ്ങും? ഇൻ ദ റൈറ്റ്. അത് വരുന്നതിൻ്റെ റൈറ്റിലേക്ക് തിരിയും. എന്നാൽ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് വിൻഡ് പോകുന്നതെങ്കിൽ ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോൾ അത് പോകുന്നതിൻ്റെ ലെഫ്റ്റ്. ഇതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ സഞ്ചാര ദിശയുടെ റൈറ്റ്. സൗത്തിലാണെങ്കിലോ സൗത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ അതിൻ്റെ സഞ്ചാര ദിശയുടെ ലെഫ്റ്റ്. അപ്പം നോർത്തിലാണെങ്കിൽ സഞ്ചാര ദിശയുടെ റൈറ്റിലേക്ക് തിരിയും, സൗത്തിലാണെങ്കിൽ സഞ്ചാര ദിശയുടെ ലെഫ്റ്റിലേക്ക് തിരിയും. ഇത് മാത്രം ഓർത്തുവെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. എച്ചും എല്ലും 2 ചിത്രത്തിലുമുണ്ട്, എയും ബിയും. എന്താണ് ചോദ്യം? സമമർദ്ദ രേഖകൾ വിശകലനം ചെയ്ത് കാറ്റിൻ്റെ വേഗത എവിടെയാണ് കൂടുതലെന്ന് കണ്ടെത്തൂ. കാരണമെന്ത്? കാറ്റിൻ്റെ വേഗത എവിടെയാണ് കൂടുതൽ? ഇവിടെ ഹൈ പ്രഷറിൽ നിന്നും, ഒന്നാമത്തെ ചിത്രം എടുത്തേ, എ. അവിടെ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് ഈ നമ്മുടെ സമമർദ്ദരേഖകളെ, ഐസോബാറുകളെ അല്ലേ, ഐസോബാറുകൾ വളരെ അകന്നകന്നായിരിക്കുന്നത്. ഒരു ഐസോബാറിൽ നിന്നും കുറച്ച് ദൂരം ചെല്ലുമ്പോഴാണ് അടുത്ത ഐസോബാറ്, വീണ്ടും കുറച്ചുകൂടി ദൂരം ചെല്ലുമ്പോഴാണ് അടുത്തത്. ഇങ്ങനെ പോകും തോറും ആ ഐസോബാറിൻ്റെ പ്രഷർ ലോ ആയി വരുന്നു. അങ്ങനെ ലോ പ്രഷറിലേക്ക് പോകുന്നു. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റടിക്കുന്നു. അവിടെ കാറ്റ് സ്പീഡ് കുറവായിരിക്കും. എന്നാൽ ബിയിലേക്ക് നോക്കിക്കേ, ഐസോബാറുകളെല്ലാം വളരെ ക്ലോസ് ആണ് അല്ലേ. ഈ ഒരു ഐസോബാറ് ഹൈ പ്രഷർ, അടുത്ത ഐസോബാറ് അതിനേക്കാൾ ലോ പ്രഷർ, അതിനേക്കാൾ ലോ പ്രഷർ, അതിനേക്കാൾ ലോ പ്രഷർ, അങ്ങനെ ലോ പ്രഷറിലേക്ക് പോകുന്നു. ബട്ട് ഈ ഐസോബാറുകളൊക്കെ എന്താണ്? വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ വിൻഡ് എങ്ങനെ പോകും? ഒന്നിൽ നിന്നും ഒന്നിലേക്ക് വെള്ളച്ചാട്ടം പോലെ പെട്ടെന്നായിരിക്കും വിൻഡ് വീഴുക, പെട്ടെന്നായിരിക്കും. മറ്റേതിങ്ങനെ ഒഴുകി അങ്ങ് പോകും. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നോ, ഇങ്ങനെ സ്ലോപ്പ് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സ്ലോപ്പ്. രണ്ടാമത്തേനകത്തോ ഹൈറ്റിൽ നിന്നും അടുത്തതിലേക്ക് കുത്തനെ വീഴുന്ന വെള്ളച്ചാട്ടം എന്ന് ഓർത്തേ എന്ന് പറഞ്ഞ പോലെ ആ കാറ്റ് പതിക്കുക. അതുകൊണ്ട് കാറ്റിന് എവിടെയായിരിക്കും സ്പീഡ് കൂടുതൽ? ബിയിലായിരിക്കും. കാരണം ഐസോബാറുകൾ വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അവിടെ അതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മർദ്ദച്ചെരിവ് കൂടിയ സ്ഥലങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. ഓക്കെ, അടുത്ത 9th ക്വസ്റ്റ്യൻ. ഒന്നാമത്തേത് അത് മൗണ്ടൻ ബ്രീസ്. രണ്ടാമത്തേത് വാലി ബ്രീസ് അല്ലേ. ഒന്നാമത്തേത് മൗണ്ടൻ ബ്രീസ്, രണ്ടാമത്തേത് വാലി ബ്രീസ്. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് നമ്മുടെ എന്താണ് മൂണിനെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് സണ്ണിനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സണ്ണിൻ്റെ ചൂട് കൊണ്ട് താഴ്വരയിലുള്ള വായു ചൂടായി പർവ്വതത്തിൻ്റെ സൈഡിലേക്ക് അതിങ്ങനെ ഉയർന്നു പോകുന്നു. അതാണ് നമ്മൾ വാലി ബ്രീസ് എന്ന് പറയുന്നത്. എന്നാൽ രാത്രി കാലങ്ങളിൽ എന്ത് സംഭവിക്കും? പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം
പെട്ടെന്ന് തണുക്കും. അപ്പോൾ അവിടെയുള്ള വായുവിന് കനം കൂടും. അപ്പോൾ അത് താഴോട്ട് പോയി പോകും. അപ്പോൾ രാത്രിയിലാണ് താഴോട്ട് ഇങ്ങനെ പോകുന്നത്. അതാണ് നമ്മൾ മൗണ്ടൻ ബ്രീസ് എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തേത് ചന്ദ്രനാണ്, രാത്രിയാണ്, അതാണ് മൗണ്ടൻ ബ്രീസ്. രണ്ടാമത്തേത് പകലാണ്, സൂര്യനാണ്, അതാണ് വാലി ബ്രീസ്. കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. വാലി ബ്രീസും മൗണ്ടൻ ബ്രീസും. അപ്പോൾ ചിത്രം കണ്ട് നിങ്ങൾ അതിൻ്റെ പേരെഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ. അടുത്തത് നമ്മൾ നോർത്ത് വെസ്റ്റ് മൺസൂൺ സീസണും സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണും. രണ്ടാമത്തെ ചിത്രം നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണുമാണ്. ഒന്നാമത്തേത് ഇടവപ്പാതി, രണ്ടാമത്തേത് തുലാവർഷം അല്ലേ. സൗത്ത് വെസ്റ്റ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ജൂൺ ടു സെപ്റ്റംബർ. രണ്ടാമത്തേതോ ഒക്ടോബർ നവംബർ. അപ്പോൾ നീണ്ട നമ്മുടെ മൺസൂൺ സീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പിക്ചറാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു മൺസൂൺ സീസണാണ് സെക്കൻഡ് പിക്ചർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഏതാണ് ആ കാറ്റ്? അതിൻ്റെ പേരെഴുതാനാണ് ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇത് നമ്മുടെ ചക്രവാതങ്ങൾ അല്ലേ. ചക്രവാതങ്ങൾ അത് ഏത് ദിശയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സൗത്തേൺ ഹെമിസ്ഫിയറിലും എങ്ങനെയാണ് വരുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതാണ് ഓപ്പോസിറ്റായിട്ട്, അതായത് നമ്മുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. എന്നാൽ സൗത്തേൺ ഹെമിസ്ഫിയറിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ. പ്രതിചക്രവാതങ്ങൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും സൗത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. ഓക്കെ. അടുത്ത ചിത്രം നോക്കിക്കേ. അതെന്താണ് ഈ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത്? 11th ക്വസ്റ്റ്യൻ്റെ 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒന്നാമത്തെ ചിത്രം എന്താണ്? ഓറോഗ്രാഫിക് റെയിൻഫോളാണ്. ഓറോഗ്രാഫിക് റെയിൻഫോൾ. രണ്ടാമത്തെ ചിത്രം എന്താണ്? കൺവെൻഷണൽ റെയിൻഫോൾ അല്ലേ. കൺവെൻഷണൽ റെയിൻഫോൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള പിക്ചർ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവർ ഈ പിക്ചർ തന്നിട്ട് അതിൻ്റെ പേരെഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ പിക്ചറെ മഴ പെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. അവിടെ ഒരു മൗണ്ടൻ ഉള്ളത് കൊണ്ട് അത് ഓറോഗ്രാഫിക് ആണെന്ന് മനസ്സിലാക്കുക. മറ്റേന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർനൂൺ ഇങ്ങനെ വെള്ളം ഇവാപ്രേഷനിലൂടെ അന്തരീക്ഷത്തിലേക്ക് എത്തി, അത് കണ്ടൻസേഷൻ സംഭവിക്കുന്നു, പെർസിപ്പിറ്റേഷൻ സംഭവിക്കുന്നു, ഉച്ച കഴിഞ്ഞ് അവിടെ തന്നെ പെയ്യുന്നു. അതാണ് അവിടെ തന്നിരിക്കുന്നത്. അതാണ് നമ്മൾ കൺവെൻഷണൽ റെയിൻഫോൾ എന്ന് പറയുക. ഓക്കെ. സംവഹന വൃഷ്ടി എന്ന് മലയാളത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താണ്? ഇത് ബോർഡർ റെയിൻഫോൾ ആണ്. ബോർഡർ ചക്രവാത വൃഷ്ടി എന്ന് മലയാളത്തിൽ പറയും, നമ്മൾ ഇംഗ്ലീഷിൽ ബോർഡർ റെയിൻഫോൾ എന്ന് പറയുന്നു. ഇതെവിടെയാണ് സംഭവിക്കുക? ഇത് കടലും കരയും കൂടെയുള്ള ആ ഒരു ബോർഡർ ഏരിയയിലാണ് സംഭവിക്കുക. ഓക്കെ. അവിടെ ഹോട്ട് എയറും കോൾഡ് എയറും കൂടി അവിടെ ക്ലാഷ് ആകുകയും അവിടെ ഉണ്ടാകുന്ന മോയ്സ്ചർ അവിടെ പെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ പറയുന്ന ബോർഡർ റെയിൻഫോൾ. ഓക്കെ. അടുത്തത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. 3 കാര്യങ്ങളാണ് മാർക്ക് ചെയ്യേണ്ടത്: ലെനോസ്, കാമ്പോസ്, സാവന്ന. ഓക്കെ. നമ്മുടെ ഈ സാവന്ന എന്നുള്ളത് എന്താണ്? അതെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഏരിയയിൽ കാണുന്ന പുൽമേട്, ഗ്രാസ് ലാൻഡിനെയാണ് നമ്മൾ സാവന്ന എന്ന് പറയുക. ഓക്കെ. ആഫ്രിക്കയിൽ അതിൻ്റെ പേരാണ് സാവന്ന. തെക്കൻ ബ്രസീലിൽ അതിനെ നമ്മൾ ഇതേ പുൽമേടിനെ തന്നെ നമ്മൾ കാമ്പോസ് എന്ന് വിളിക്കുന്നു. വെനിസുല അവിടെയാണ് നമ്മൾ അതിനെ ലെനോസ് എന്ന് വിളിക്കുക. വെനിസുല. ഇതിൻ്റെ ഒരു മാപ്പ് തന്നെയുള്ള ഒരു വീഡിയോ ടീച്ചർ ഓൾറെഡി 19-ാം തീയതിയാണെന്ന് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അത് നിങ്ങൾക്ക് കാണാം. ഇതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാവന്ന, കാമ്പോസ്, ലെനോസ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മളോട് ചോദിക്കും, ഒരു ഗ്രാസ് ലാൻഡ് ചോദിക്കും. ആഫ്രിക്കയിലാണ് സാവന്ന എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ തെക്കൻ ബ്രസീലിലാണ്. ബ്രസീൽ എവിടെയാണെന്നറിയാമല്ലോ? സൗത്ത് അമേരിക്കയുടെ ബ്രസീൽ കാണിച്ചിട്ടുണ്ട്. കാമ്പോസ് അവിടെ എഴുതിയിട്ടേക്കുന്ന കണ്ടോ? കാമ്പോസ്.
ആ സൗത്ത് അമേരിക്കയുടെ ആ തള്ളി നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ ബ്രസീൽ എന്ന് പറയുന്നത്. അവിടെയാണ് കാമ്പോസ്. ഓക്കെ, അടുത്തത് നമ്മുടെ ലനോസ്. ലനോസ് എന്ന് പറയുന്നത് എവിടെയാണ്? വെനിസുലയിലാണ്. ലനോസ് അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, വെനിസുല. ഓക്കെ, സൗത്ത് അമേരിക്ക തന്നെയാണ് അല്ലേ? ഓക്കെ, ഭൂപടത്തിൽ നമ്മുടെ മാപ്പ് തരും. ആ മാപ്പിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി 4 കാര്യങ്ങളാണ് തരിക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അറ്റക്കാമ, സഹാറ, കൽഹാരി, അറേബ്യൻ മരുഭൂമി. ഇതിന് തന്നെ ഒരു മാപ്പ് സ്റ്റഡി മാത്രം, മാപ്പിൻ്റെ മാത്രം ഒരു സ്റ്റഡി നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ അതെടുത്ത് കാണണം. അറ്റക്കാമ എവിടെയാണ്, സഹാറ എവിടെയാണ്, കലഹാരി എവിടെയാണ്, അറേബ്യൻ മരുഭൂമി എവിടെയാണ്. ഓക്കെ, ഇത് അതിലേതെങ്കിലും ഒരെണ്ണം വരും. അപ്പം നമ്മളവിടെ ഏതാണ് ചോദിക്കുന്നത് നമുക്കറിയത്തില്ലാത്തത് കൊണ്ട് നമ്മളിത് 4 പഠിച്ചു വെക്കുക. കണ്ടോ, ഓരോന്നും എവിടെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. സഹാറ കാണിച്ചിട്ടുണ്ട്, കൽഹാരി കാണിച്ചിട്ടുണ്ട്, അറ്റക്കാമ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മാപ്പിനേക്കാളും കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള മാപ്പ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ അതെടുത്ത് കാണുക. അതുപോലെ ഈ പുൽമേടുകൾ, പ്രയറി, പാമ്പാസ്, വെൽഡ്, ഡൗൺസ്, സ്റ്റെപ്പി, ഇതെല്ലാം മിതോഷ്ണമാണ്. മിതോഷ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേറ്റ് സോണിലുള്ളതാണ്. അതും പഠിച്ചു വെച്ചോണം. പ്രയറി, പാമ്പാസ്, വെൽഡ്, ഡൗൺ, സ്റ്റെപ്പി. ഇതേത് കോണ്ടിനെൻ്റ് ആണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഏത് കോണ്ടിനെൻ്റ്? കണ്ടോ, പ്രയറി എവിടെയാണ്? നോർത്ത് അമേരിക്കയിലെ. പാമ്പാസ് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലെ. സ്റ്റെപ്പി എവിടെയാണ്? നമ്മുടെ ഏഷ്യയിലെ. വെൽഡ് എവിടെയാണ്? ആഫ്രിക്കയിലെ. ഡൗൺസ് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ. ഇതെല്ലാം ടെമ്പറേറ്റ് സോണിലുള്ള ഗ്രാസ് ലാൻഡാണ്. പക്ഷേ ഓരോ കോണ്ടിനെൻറ്റിലും ഇതിന് വേറെ പേരുകൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഓരോ കോണ്ടിനെൻറ്റിലും വ്യത്യസ്തമായിട്ടുള്ള പേര് പറയുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സാവന്നയും ഒക്കെ. ഓരോ കോണ്ടിനെൻറ്റിലും ഓരോ പേര് പറയുന്നു, അത്രയേ ഉള്ളൂ. ലനോസ് എന്ന്. അപ്പോൾ പ്രയറി വടക്കേ അമേരിക്കയിലാണ്. മലയാളത്തിൽ പറയുമ്പോൾ വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്ക. പാമ്പാസ് സൗത്ത് അമേരിക്ക. സ്റ്റെപ്പി ഏഷ്യ. വെൽഡ് ആഫ്രിക്ക. ഡൗൺസ് ഓസ്ട്രേലിയ. ഓക്കെ, ഇനി നമുക്ക് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് സോൺസ്. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ഉള്ള സോൺസ് ആണ്. ഏഷ്യയിൽ എവിടെയാണ്? ആഫ്രിക്കയിൽ എവിടെയാണ്? തെക്കേ അമേരിക്കയിൽ എവിടെയാണ്? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക. അവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നു. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. മലയാളത്തിൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലകൾ. ഓക്കെ സ്റ്റുഡൻസ്, ഇതിൻ്റെ നമുക്കിനിയും കുറച്ചേറെയുണ്ട്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിനിയും കണക്കാക്കാനുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനത് ഇടുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയുള്ള പിക്ചേഴ്സും മാപ്പുമായിട്ട് ടീച്ചർ വീണ്ടും എത്തും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.